ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്തുവാ. വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുന്നിക്കോട് യുവാവ് കൊല്ലപ്പെട്ട കേസിൽ കൊട്ടാരക്കര കോടതി ഇന്ന് വിധി പറഞ്ഞു. കൊട്ടാരക്കര SC/ST കോടതിയാണ് വിധി പറഞ്ഞത്. ദമീജ്, സലാവുദ്ദീൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇരുവർക്കും ജീവപര്യന്ത തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2022 സെപ്റ്റംബർ 17 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കുന്നിക്കോട് സ്വദേശിയായ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവ ദിവസം വെളുപ്പിന് 2 മണിയോടെ പ്രതികൾ അനിൽകുമാറിന്റെ വീട്ടിലെത്തി. തുടർന്ന് കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അനിൽകുമാറിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിനു പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. പിഴയായി ഈടാക്കുന്ന 50,000 രൂപ കൊല്ലപ്പെട്ട അനിൽകുമാറിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. 2022 നടന്നൊരു സംഭവമാണ് ആയിട്ട് ബന്ധപ്പെട്ട വിധിയാണ് ഇന്ന് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 17/9/2022 വെളുപ്പാങ്കാലത്ത് അതിരാവിലെ 2 മണിക്ക് നടന്ന സംഭവമാണ്. ഈ പ്രതികൾ കൊല്ലപ്പെട്ട അനിൽകുമാറിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ഈ കതകിൽ തട്ടി ഈ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് വിളിക്കുകയും അതിനുശേഷം അയാൾ ലൈറ്റിട്ട് കതക് തുറന്ന സമയത്ത് ഈ വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. അവർ ആ ആക്രമണത്തിൻ്റെ ഫലമായി തുടർന്ന് അയാൾ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 24ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളായിട്ട് ഈ ആയുധങ്ങൾ ഉൾപ്പെടെ 15ഓളം മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ നമ്മൾ ഈ കേസിലേക്ക് അക്കമിട്ടു. ഏതാണ്ട് 47ഓളം ഡോക്യുമെൻറ്റുകൾ മാർക്ക് ചെയ്തു. എന്നിട്ട് കോടതിയെ നമുക്ക് പ്രോസിക്യൂഷൻ്റെ കേസ് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതാണ് പ്രധാനം. പ്രതിഭാഗം അവരുടേതായ തെളിവുകളൊക്കെ കൊണ്ടു നിരത്തി സാക്ഷിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസാണ് ശരി എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. അവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. ജീവപര്യന്തം തടവും എല്ലാവരും 50,000 രൂപ വെച്ച് പിഴ കൊടുക്കണം. ആ പിഴ ഈ ഇരയുടെ അമ്മ കൊടുക്കണം. അത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള തുക കൂടി നിശ്ചയിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശമുണ്ട്. ഇപ്പം നിലവിൽ പ്രധാനമായിട്ടും കോടതി കണ്ടത് ആ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം വെളുപ്പാങ്കാലമാണ്. എല്ലാവരും ഗാഠനിദ്രയിലാകുന്ന സമയമാണ്. അപ്പോൾ ആ തിരഞ്ഞെടുത്ത സമയം, അതുകൂടാതെ ഈ ഉപയോഗിച്ച ആയുധം എവിടെയാണ്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് പരിക്കേൽപ്പിച്ചത്, മുഖം ഉൾപ്പെടെ തല ഉൾപ്പെടെ ശരീരം ഉൾപ്പെടെയാണ്. അപ്പം അതിൽ നിന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യമായി ഇതൊരു കൊലപാതകം തന്നെയാണ്, പ്രീ പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് അത് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതുപോലെ അപ്പം ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് കുന്നിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൻ്റെ അന്വേഷണം DYSP GD വിജയകുമാർ സാറാണ് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തത്. അവരുടെ ടീമിൽ ഈ പ്രിയപ്പെട്ട ഒരു ഓഫീസറായ അനീഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ സേവനം വളരെ വലുതായിരുന്നു. അതുകൂടാതെ എൻ്റെ ടീമിലുള്ള ശ്രീമാൻ ജോമോൻ, നമ്മുടെ ശ്രീയത്ത്, അതുപോലെ നമ്മുടെ ബൈജു ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ്സിൻ്റെ കൃത്യമായ സേവനവും നമുക്ക് കിട്ടി. അതുകൂടാതെ തന്നെ ആദ്യം ഉണ്ടായിരുന്നത് ശ്രീലേഖ എന്നൊരു ഈടായിരുന്നു, അവരുടെ സഹായം. ഇപ്പം തുടർന്ന് നമ്മുടെ ആഷിഖ് കുഹു അദ്ദേഹത്തിൻ്റെ ഈട, ഈ എല്ലാം കൂടെ സംയോജിച്ച് കോടതിയെ നമ്മുടെ സത്യസന്ധത വെളിപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് ആ സാധാരണ കുടുംബത്തിന് കിട്ടേണ്ട നീതി കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷം. മറ്റ് എന്തെങ്കിലും ഈ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം, പഠിച്ചതിന് ശേഷം തുടർന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ആലോചിക്കും. ഇപ്പം കണ്ടത് 449, അതനുസരിച്ച് 10 വർഷവും, കൊലപാതകം 302 അനുസരിച്ച് ലൈഫും ജീവപര്യന്തവും 50,000 രൂപ വെച്ച് കോമ്പൻസേഷനുണ്ട്.
കോമ്പൻസേഷൻ പിന്നെ ഈ വിക്ടിമിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയാണ് അവശേഷിക്കുന്നത്. ഇവിടെ ആ വീട്ടിൽ മൊത്തം 3 പേരാണ് ഉള്ളത്. ഒന്ന് ഈ കൊല ചെയ്യപ്പെട്ട അനിൽകുമാർ, പിന്നെ അവരുടെ അമ്മ, പിന്നെ പൂർണ്ണമായും തളർന്ന് കിടക്കുകയായിരുന്ന അവരുടെ അച്ഛൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇവിടെ അവരുടെ ഒരു അത്താണിയായിരുന്നു ഇയാൾ. ഈ വീട്ടിലെ ഒരു അത്താണിയായിരുന്നു അയാൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് അവർക്ക് നീതി തേടിക്കൊടുക്കാൻ കഴിഞ്ഞു. സത്യം വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആണ് പ്രധാനമായി പറയാനുള്ളത്. ഏതാ അത് വിധിനെ കേൾക്കണം. പിന്നെ അതിനാണ് സാധ്യത. ലൈഫ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈഫ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, ജീവപര്യന്തം. മനസ്സിലായില്ലേ? അതിൽ ഒന്നിച്ചൊന്നുമില്ല. ലൈഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. മറ്റ് ഒഫൻസുകൾ, പിന്നെ അതിൽ താഴേക്കുള്ള ശിക്ഷകൾ വരുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരുമിച്ച് അനുഭവിക്കണോ എന്നുള്ള വിഷയം വരുന്നത്. ഏതായാലും ലൈഫ് എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ജഡ്ജ്മെൻറ്റ് അതിൽ ഈ പുതിയ വെർഡിക്റ്റ് അനുസരിച്ച് നിങ്ങൾക്കറിയാം, പത്രക്കാരുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, പിന്നെ സാജൻസ്ക്കറിയാം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. അതായത് കാസ്റ്റ് ബേസ്ഡ് ആയിരിക്കണം ഈ ഇൻസിഡൻറ്റുകളൊക്കെ. ഹ്യൂമിലിയേഷൻ ആയാലും എന്തായാലും കാസ്റ്റ് ബേസ്ഡ്, അതിൻ്റെ ബേസ് കാസ്റ്റ് ആയിരിക്കണം. ഇന്ന ജാതി ആയതുകൊണ്ടാണ് എന്നോട് ഇത് ചെയ്തത് എന്ന് വരണം. ഇത് തൊട്ട് അയൽക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കോടതി അത് ഫൈൻഡ് ചെയ്തില്ല, ബാക്കി ഫൈൻഡ് ചെയ്തു. ശരി. എൻ്റെ GS സന്തോഷ് കുമാർ എന്നാണ്. ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഒരു ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടില്ല. എന്തുവാ എനിക്ക് നീതി കിട്ടരുത്. അതേപോലെ നീതി കിട്ടിയോ? നീതി കിട്ടിയെന്ന് പറ. നമുക്ക് നീതി കിട്ടി. കോടതി വിധിയിൽ തൃപ്തിയാണോ? ഞങ്ങൾക്ക് തൃപ്തരാ. പിന്നെ ഇത് അപ്പീലിന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു വഴിക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഇതോടെ നിർത്തുന്നില്ല. ഇവർ അപ്പീലിന് പോകുന്നത് ഞങ്ങൾ അതുപോലെ വീണ്ടും ഞങ്ങൾ പോകും. അതായത് വെറുതെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ അമ്മയായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നതിനും എന്തോ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതും ആയിക്കോട്ടെ, ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിൽ സഹായിച്ചത് പിന്നെ DYSP വിജയകുമാർ സാറ്, പബ്ലിക് പ്രോസിക്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണീരിന് ഫലം കാണുകയും ചെയ്തു. പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നീതി കിട്ടിയെന്ന് ഇവിടെ നമുക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഇനി എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഇവർ അപ്പീലിന് പോകാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെയും ഉറപ്പായിട്ടും ഇവിടെ കൊണ്ട് തീർത്തുന്നൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിധി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയ ആൾക്കാർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നീ കാശ് കൊടുത്ത് പിന്നെ തീർക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടി കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ് നടന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ കേസിൽ അതൊക്കെ സംഭവം വന്നിരുന്നു, അങ്ങനെയുള്ള വിളിയൊക്കെ വന്നിരുന്നു. അതൊന്നും ഞങ്ങളൊന്നും അതിലൊന്നും നിൽക്കാതെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും വഴിപ്പെടാതെ കേസിൻ്റെ വഴിക്ക് തന്നെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടാകാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് തന്നെ അമ്മയ്ക്കും അതുപോലെ അച്ഛനും ഒരു തണത് തന്നെയായിരുന്നു. അച്ഛനാ ഈ സംഭവം നടക്കുമ്പോൾ അച്ഛന് ഈ പ്രായം ചെന്നതുകൊണ്ട് പിന്നെ ഇച്ചിരി സംസാരിക്കാനുള്ള ഒരു എന്തുവാ പറയുന്ന ഒരു മെമ്മറി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായി. എന്നാലും ഇവനാരും എടുക്കുന്ന ആശുപത്രി കൊണ്ടുപോകുന്നു എല്ലാം അറിയാൻ വയ്യാതെ പോലും ആയി. അച്ഛൻ മരിച്ചുപോയി. കഴിഞ്ഞ ഡിസംബറിൽ മരണപ്പെട്ടു. 1 വർഷമാകാൻ പോകുന്നു. അതെ. ഇല്ല. അതെ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ നോർമലി ആയിരുന്നെങ്കിലും പിന്നെ ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇടപെട്ടതുപോലെ അതിനെക്കാട്ടി ഇച്ചിരി കൂടുതലായിട്ട് തന്നെ അച്ഛൻ അതിനകത്ത് പ്രതികരിച്ചുപോയി. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ളൊരു പിന്നെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു മനുഷ്യനായിരുന്നു അനിൽകുമാറിൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ഇവൻ്റെ മരണസമയത്ത് പുള്ളിക്ക് പിന്നെ മാനസികമായിട്ടുള്ള
മൈൻഡില്ലായിരുന്നു. മരിച്ചു കിടക്കുമ്പോഴും ഒന്നും അറിയാൻ വയ്യ, കൊണ്ട് കാണിച്ചപ്പോഴും അച്ഛനൊന്നും അറിയാൻ കേൾക്കാനൊന്നും വയ്യ. അങ്ങനെയാണ്. പിന്നെന്താ ജോലിക്ക് പോകാനും പറഞ്ഞിരിക്കും. ജോലിക്ക് പോകാൻ പറഞ്ഞിരിക്കുക. എൻ്റെ പേരെന്തോ? എൻ്റെ പേര് രവീന്ദ്രൻ. അമ്മയുടെ ലക്ഷ്മി, മരിച്ചു അച്ഛൻ്റെ കൊച്ചി ചെറുക്കൻ.